പത്തനംതിട്ടയിലെ അച്ചൻകോവിൽ കോന്നി റൂട്ട് തകർന്ന് തരിപ്പണമായിട്ട് വർഷങ്ങളാകുന്നു. റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്താൻ ഇതുവരെയും അധികാരികൾ തയ്യാറായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഈ റിപ്പോർട്ടോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം. തമിഴ്നാട്ടിൽ നിന്നുമുള്ള ശബരിമല തീർത്ഥാടകർ ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് ആശ്രയിക്കാൻ കഴിയുമായിരുന്ന പാതയാണ് അച്ചൻകോവിൽ കോന്നി പാത. ആവണിപ്പാറയിലെ ആദിവാസി വിഭാഗങ്ങൾക്കുൾപ്പെടെ കോന്നി മെഡിക്കൽ കോളേജിലെത്താനും ഈ വഴി തന്നെയാണ് ആശ്രയം. ഈ പാത സഞ്ചാരയോഗ്യമാക്കാനോ കൃത്യസമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്താനോ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഈ റോഡെല്ലാം ഇവിടുന്ന് അച്ചൻകോവ് വരെ എല്ലാം ഒരു 12 കിലോമീറ്റർ നശിച്ച് കിടക്കുവാണ്. ഒരു വണ്ടികൾ പോയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനോ വരാനോ വെക്കത്തില്ല. അത് എങ്ങനെയായാലും ജനങ്ങളോ എന്തുവരും സംവിധാനങ്ങളോ കൂടി ആ റോഡൊന്ന് ശരിയായി കിട്ടിയാൽ വലിയ ഭാഗ്യമായിരുന്നു. ഇത് അല്ല എല്ലാ ജനങ്ങൾക്കും ഇവിടെ അച്ചൻകോവ് സീസണിലും ശബരിമല സീസണിലും തമിഴ്നാട്ടിലെ സ്വാമിമാർ കോടിക്കണക്കിന് സ്വാമിമാർ ഇതുവഴി വരുന്നത്. ഏത് സമയത്തും ഇതുവഴിയാണ് വരുന്നത്. പക്ഷേ ഇതുള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. യാത്രക്കാരൊക്കെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ആ പാലമൊക്കെ അകന്നിരിക്കുക. ഞാൻ ഒരാൾക്ക് ഒരു യൂണിയനെ ബന്ധപ്പെട്ട ഒരാൾക്ക് വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പാലത്തിൻ്റെ അകലിച്ച് അതിൻ്റെ എല്ലാം പോയി കിടക്കും. അതുകൊണ്ട് അങ്ങോട്ടൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിരവധി അയ്യപ്പ ഭക്തർ ഈ പാതയെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും മണ്ഡലകാലത്തോടനുബന്ധിച്ച് ആകെ നടക്കുന്ന പ്രവർത്തനം വഴിയുടെ ഇരുവശങ്ങളിലെയും കാട് വെട്ടിത്തെളിക്കുന്നത് മാത്രമാണ്. വനംവകുപ്പ് നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലമാണ് റോഡ് നന്നാക്കാത്തതെന്നും മറ്റു പോംവഴികൾ നോക്കുന്നുണ്ടെന്നുമാണ് അധികൃതരുടെ വാദം. റോഡിന്റെ ഇരുവശവും ഒരടിയോളം താഴ്ചയുള്ള കട്ടിങ് പോലും നന്നാക്കാൻ സാധിക്കുന്നില്ലെന്നും ഇത് വലിയ അപകടം തന്നെയാണെന്നും വനംവകുപ്പ് അധികാരികൾ തന്നെ സമ്മതിക്കുന്നു. മിനിഞ്ഞാന്ന് ഞങ്ങൾ പോകുമ്പോൾ ഒരു വണ്ടി ഒരു കാറ് അപ്പുറത്തൊരു തോട്ടിൽ അവിടെ കിടക്കുക. പിന്നെ ഞങ്ങളും കൂടെ പോയിട്ട് വടം കെട്ടി വലിച്ചാണ് വണ്ടി കയറ്റി വിട്ടത്. അതേപോലെ തന്നെ ഈ റോഡ് ഇതേപോലെ തന്നെ കിടക്കുകയില്ലയോ. കിടക്കുമ്പോൾ ഈ റോഡ് അവർ ശരിയാക്കി തന്നേ നമുക്ക് പെട്ടെന്ന് പോകാം. ഒന്നും സുഖമില്ലാതായി ഒരാളെ വയ്യാതായി കിടന്നാൽ ഒന്ന് തീരാൻ പരുവത്തിലായിരിക്കും കിടക്കാൻ. നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോകണമെങ്കിൽ ഇതേ പറ്റൂ. പാത ആരംഭിച്ച് 4-5 കിലോമീറ്റർ പിന്നിടുമ്പോൾ റോഡിന് നടുക്ക് വലിയ ഗർത്തമാണ്. ചെളി നിറഞ്ഞ മറ്റൊരു പാതയിലൂടെ വേണം ഈ കടമ്പ മറികടക്കാൻ. കാറിൽ ഈ വഴി വരുന്നവർ പെട്ടുപോകുമെന്ന് ചുരുക്കം. അങ്ങനെ പകുതി വഴിയിൽ യാത്ര ഉപേക്ഷിക്കുന്നവർ നിരവധിയാണെന്നും നാട്ടുകാർ പറഞ്ഞു. ശബരിമല പാതയായിട്ട് കിടക്കുന്ന റോഡാണ്. അവർ ധരിക്കാൻ റെഡിയാക്കുന്നില്ല. ഇത് മൊത്തം പൊളിഞ്ഞ് കിടക്കുകയാണ്. ആശുപത്രി പോകണമെങ്കിൽ ഇപ്പം ആവണിപ്പാറ അച്ചൻകോവിൽ കിടക്കുന്നവർ മൊത്തം ഇതുവഴിയാണ് എളുപ്പത്തിന് പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിലൊക്കെ പോണത് ഇതുവഴിയാണ്. അപ്പോൾ ആ റോഡ് ഇതേണക്കായാൽ അവരിപ്പം ഒരുപാട് വഴി ചുറ്റിക്കറങ്ങിയാണ് അവർ ഇവിടെ വരുന്നത്, കോന്നിക്ക് വരുന്നത്. ഇരട്ടിയിലധികം ദൂരം സഞ്ചരിച്ചാണ് ആളുകൾ കോന്നിയിലേക്കും പത്തനംതിട്ടയിലേക്കും ഒക്കെ എത്തുന്നത്. മണ്ഡലകാലത്താണ് അയ്യപ്പ ഭക്തർക്ക് ഈ പാതയെ ആശ്രയിക്കേണ്ടതെങ്കിൽ ജീവിതകാലം മുഴുവൻ ഈ പാതയെ ആശ്രയിക്കേണ്ടവരാണ് ആവണിപ്പാറ അച്ചൻകോവിൽ തുടങ്ങിയ പ്രദേശങ്ങളിലെ ആദിവാസി വിഭാഗങ്ങൾ. സർക്കാരിൻ്റെയും ഫോറസ്റ്റിൻ്റെയും അധീനതയിലുള്ള ഈ റോഡ് നല്ല വൃത്തി ഇനിയിപ്പോൾ ഉടനെ കാനന പാതയാക്കേണ്ടതാണ്. ഇതും വൃത്തിയാക്കത്തില്ല. ഒരു ആശുപത്രി കേസ് കേട്ട് വന്നാൽ അച്ചൻകോവിൽ മുതൽ ആവണിപ്പാറ റൂട്ടിൽ വരുന്ന കോന്നി മെഡിക്കൽ കോളേജ് പോകണമെങ്കിൽ വെളുപ്പ വഴിയാണ്. റോഡ് സർക്കാരും ഫോറസ്റ്റിൻ്റെ അന്യതയിലുള്ള റോഡ് പെട്ടെന്ന് നല്ലതാക്കി കൊടുക്കുക. അച്ചൻകോവിൽ കോന്നി പാതയുടെ അവസ്ഥയാണ് നമ്മൾ ഈ കണ്ടത്. ആവണിപ്പാറയിലെ ആദിവാസി വിഭാഗങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രദേശവാസികൾ ഈ മാർഗമാണ് കോന്നിയിലേക്കും മറ്റ് പ്രധാന സ്ഥലങ്ങളിലേക്കും പോകാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനു പുറമെ നിരവധി അയ്യപ്പ ഭക്തരും ശബരിമലയിലേക്ക് എത്താൻ ഈ പാത ഉപയോഗിക്കാറുണ്ട്. എത്രയും വേഗം അടിയന്തരമായി ഈ പാത നന്നാക്കിയെടുക്കണമെന്നാണ് പ്രദേശവാസികളുടെയും ആദിവാസി വിഭാഗങ്ങളുടെയും അതുപോലെ അയ്യപ്പ ഭക്തരുടെയും ആവശ്യം. ക്യാമറമാൻ വിപിൻ മൺപകലിനോടൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം, പത്തനംതിട്ട.